കൊച്ചി വൈറ്റിലയിലെ ബാറിൽ കഴിഞ്ഞ ദിവസം വടിവാളുമായി എത്തി ഒരു യുവതി ഉൾപ്പെടുന്ന സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത്. ഒരു യുവ നടിയും തിരുവനന്തപുരം സ്വദേശിനിയുമായ അലീന എബ്രഹാം ഉൾപ്പെടെ 3 പേരെ മരട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഈ സംഘർഷത്തിന് കാരണം. യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ബാറിൽ സംഭവിച്ചത്? ആ കേസിലെ പ്രതിയും നടിയുമായിട്ടുള്ള അലീന എബ്രഹാം ചേരുന്നുണ്ട് നമുക്കൊപ്പം. അലീന, എന്താണ് യഥാർത്ഥത്തിൽ അന്ന് ആ ദിവസം അവിടെ സംഭവിച്ചത്? പല രീതിയിലുള്ള കഥകളുണ്ട്. അലീന ആയുധവുമായി എത്തി, വടിവാളുമായി എത്തി ബാറിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്തകൾ. അതിനുശേഷമാണ് അലീനയെ ശല്യപ്പെടുത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ നൽകുന്നു. ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? സാർ, ഈ സംഭവം നടക്കുന്ന 16-ാം തീയതി രാത്രിയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ. അപ്പം ഞങ്ങൾ വെറുതെ പോയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 8:30 അടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ JVK ബാർ ഹോട്ടലിൽ ഞങ്ങൾ കയറിയായിരുന്നു. നമ്മളവിടെ നിന്ന് കഴിച്ചു തുടങ്ങി ഒരു 50-55 വയസ്സ് വരും ഒരു ആള് മദ്യപിച്ച്, നല്ല രീതിയിൽ മദ്യപിച്ച് ഓൾറെഡി നമ്മൾ പോയ സമയത്ത് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾ കയറി അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി തൊട്ടടുത്തിരുന്ന വേറെ ഗേൾസിൻ്റെ അടുത്തും അങ്ങോട്ട് പോവുക, ചെറുതായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യുക, ലിപ്പ് വെച്ചിട്ടുള്ള കുറേ അത്രയും ബാഡായിട്ടുള്ള കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഞങ്ങൾ 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നു, ഫുഡ് കഴിച്ചു. ഫുഡ് പോലും കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മൾ ബില്ലടയ്ക്കേണ്ട ഒരു അവസ്ഥയിൽ ഉണ്ടായത്. അപ്പോൾ പുള്ളി എന്നോട് അവിടെ നിന്നിട്ട് വരുന്നുണ്ട്, അവിടെ എക്സ്പ്രഷനാണ്, നമ്മൾ അടുത്ത് വന്ന് ചോദിക്കുന്നതല്ല, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വരുന്നുണ്ടോ. ഞങ്ങൾ ഇതിനൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായില്ല. മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും കുറേ എക്സ്പ്രഷൻ കാണിക്കുക, ഫ്ലേർട്ട് ചെയ്യുക, തൊട്ട് ഫ്രണ്ടിൽ 2-3 പയ്യന്മാരുമായിട്ട് ഡാൻസ് കളിച്ചിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് കണ്ണടിച്ച് കാണിക്കുക. ഇത് കുറേ നേരം ഉണ്ടായിരുന്നു. നമ്മൾ ഗതികേട് കാരണമാണ് അവിടെ നിന്ന് ബില്ല് പേ ചെയ്തിട്ട് പുറത്തോട്ട് തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഈ ഡോറിനടുത്തെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന പുള്ളി അവിടെ നിന്ന് ബാക്കിലോട്ട് വന്നിട്ട് ഈ ഷോൾഡർ വെച്ചിട്ട് മുട്ടുക, അതിൻ്റെ ഇടയിൽ വീണ്ടും കുറേ ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുക. അതും നമ്മൾ ഇഗ്നോർ ചെയ്തതാണ്. അതും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കാറിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പുള്ളി ആ ബാറിൻ്റെ തന്നെ ഫ്രണ്ടിൽ ഒരു പില്ലറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതിനേക്കാളും ഡബിളായിട്ട് വീണ്ടും കാണിക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്നത് പോലൊരു ഫീലായിരുന്നു എനിക്ക്. നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കണം. റിയാക്ട് ഞാനല്ല, എൻ്റെ കൂടെ നിന്ന് ഒരാൾ പോയി ചോദിച്ചിരുന്നു, എൻ്റെ പെങ്ങളാണ്, നിങ്ങൾ കുറേ നേരമായാലും ഇത് തുടങ്ങിയിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ച് തീർന്നില്ല. അവിടെ ബാറിൽ ഉണ്ടായിരുന്നവരല്ല, കസ്റ്റമറായിട്ട് കുറേ പേര് പുറത്തിരിപ്പുണ്ടായിരുന്നു. ഇതിലൊരു 6-7 പേര് എണീറ്റ് വന്നിട്ട് ആദ്യം ഇങ്ങോട്ട് എന്താടാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും അത് ഷൗട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനിടയിൽ പറയുന്നുണ്ട്, ചേട്ടാ വിട്ടേക്ക്, കുഴപ്പമില്ല, നമ്മൾ പ്രശ്നമൊന്നുമില്ല, വിട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഇഗ്നോർ ചെയ്തിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴും ഈ ചെയ്തുകൊണ്ടിരുന്ന ആള് പതുക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിട്ട് ഇതിനുള്ളിലോട്ട് അങ്ങ് കയറി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഉള്ളിലോട്ട് അങ്ങ് കയറി. പുള്ളിയെ പിന്നെ ആ ഒരു സ്ഥലത്ത് കാണുന്നില്ല. ഈ കണ്ടുകൊണ്ടിരുന്ന ഒരു 6-7 പേര് പുള്ളിക്ക് വേണ്ടിയിട്ട് വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ നല്ല രീതിയിൽ തല്ലുന്നുണ്ടായിരുന്നു. 1-2 തല്ലായപ്പോഴത്തേക്ക് ഞാനും പിടിച്ചു മാറ്റുന്നുണ്ട്. ഇതിനിടയിൽ ഷെയ്ൻഷാ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മൂക്കിലോട്ട് അവരുടെ കയ്യിലൊരു ചെറിയ, അവിടെ ഇരുന്ന് എന്തോ സംഭവം എടുത്തുകൊണ്ട് കമ്പ് പോലത്തെ തടി കഷ്ണം എന്തോ ഉണ്ടായിരുന്നു. ഇത് വെച്ച് തല്ലിയ സമയത്ത് ഞാൻ ഇടയിൽ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. പിടിക്കുന്ന ആ CCTV വ്യക്തമായിട്ട് അത് കാണുകയും ചെയ്യും. ഞാൻ കൈ പിടിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഈ പൊട്ടലുണ്ടാവണേ. അന്നേരമാണോ നിങ്ങൾ കാറിൽ പോയി ആയുധം എന്ന് പറയുന്ന സാറേ, ഞാൻ ഒരു സംഭവം അതിൽ എടുത്തിട്ടില്ല. ഈ കാണിക്കുന്ന ഒരു വിഷ്വലും എൻ്റെ കയ്യിൽ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ കാറിന്റെ ബാക്കിൽ ഇത് ഏകദേശം 1 മണിക്കൂറോളം ഈ വഴക്ക് നീണ്ടു നിന്നതിന് ശേഷമാണ് കാറിന്റെ അടുത്ത് പോകുന്നത്. സംഘർഷം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ടില്ല. ഇതിനിടയിൽ അവിടെ നിൽക്കുന്ന ഏകദേശം 10, 25, 30 അധികം ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മുടെ സൈഡ് നമ്മൾ 4 പേരേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ 4 പേരേ ഉള്ളൂ. ഞങ്ങൾ കാറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇതിൽ എൻ്റെ കൂടെ നിന്നൊരു ചെക്കൻ, അതൊരു പാവം, അവൻ എന്താന്ന് പോലും അറിയത്തില്ല. ഡിക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മേളയിൽ പോകും, മറൈൻ ഡ്രൈവ്, അതിൻ്റെ CCTV എടുത്താൽ അറിയാൻ പറ്റും. ഈ 16-ാം തീയതി ബാക്കിലോട്ട് അടിച്ചിട്ട് 4 ദിവസം മുന്നേ ഞങ്ങൾ മേളയ്ക്ക് പോയായിരുന്നു മറൈൻ ഡ്രൈവ്. അവിടെ ഈ ടോയ്സ്, ഈ കത്തിയുടെ ആവട്ടെ, അതിൽ നമ്മുടെ വണ്ടിയിൽ ഈ ടോയ്സ് ഒരുപാടുണ്ട്. ഈ ടോയ് കുറേ സാധനം നടക്കുന്നതിൽ അവൻ എന്താണെന്ന് അറിയാണ്ട് ഈ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്ന് പിന്മാറുമല്ലോ. കാരണം എൻ്റെ കൂടെ വന്ന എല്ലാവരുടെ ഫേസിൽ നിന്ന് ബ്ലഡ് അത്രയുണ്ട്. ഫുള്ള് കണ്ണ് ചതഞ്ഞിട്ടുണ്ട്, മൂക്കിൻ്റെ സൈഡ് വളഞ്ഞ് പൊട്ടിക്കിടന്നിട്ടാണ് ബ്ലഡ് വരുന്നത്. എൻ്റെ കൈ ഞാനിങ്ങനെ പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ട്, കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇവർ ബാക്കിലോട്ട് ഓടുന്നത്. എല്ലാവരും ഓടി ഇതിനുള്ളിൽ കയറുന്നതും അങ്ങനെ പിന്നെ കുറച്ചൊന്ന് ആ അടിക്കൊരു ശമനം വരുന്നത് ആ ഒരു സമയത്ത്. അല്ലാതെ ഈ പറയുന്ന പോലെ വാള് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല ആ സമയത്ത്. വടിവാളല്ല.
ഇത് ടോയ് ടോയ് അങ്ങനെ കാറിൽ സൂക്ഷിക്കുന്നത് സൂക്ഷിച്ചതല്ല, നമ്മളിതൊരിക്കലും പ്ലാൻഡ് ആയിട്ട് വരുന്നതല്ലല്ലോ സാറേ. നമ്മൾ അവിടെ കയറി എന്തെങ്കിലും ഇപ്പൊ ഇവരുടെ കയ്യിൽ ഒരു തടി പോയിട്ട് അവിടെ ഇരുന്ന് എന്തൊരു സംഭവം എടുത്തിട്ടാണ് ഇവർ ഈ മർദ്ദിക്കുന്നത്. എന്തെങ്കിലും കാണിച്ചാലെങ്കിലും പിന്മാറുമല്ലോ, കാരണം അത്രയും കിട്ടുന്നുണ്ട്. ഒരു പരിധിയിൽ അങ്ങേറ്റം കൊണ്ട് ഞങ്ങൾ അവശനായി പോയി. അപ്പോൾ എന്നെക്കാളും ഈ കൂടെ നിന്നവരൊക്കെ ഒന്ന് ഫേസ് ഒന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ബ്ലഡും വരുന്നുണ്ട്. എന്തെങ്കിലും വണ്ടി നമ്മൾ ബാക്ക് ഡിക്കല്ല ആദ്യം തുറന്ന് നോക്കോ, എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അതെടുത്ത് ചെയ്യാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ. ഈ കേസില് രണ്ടാം പ്രതിയാണ്. കേസിൽ ഒന്നാം പ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ്. ഈ ഔറംഗസേബ് ആ സമയത്തോടെ ഉണ്ടായിരുന്നു. ജെനുവിൻലി പറഞ്ഞ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കാവട്ടെ എന്റെ ഫാമിലിക്കാവട്ടെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എനിക്കാവട്ടെ എന്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ 3.5 വർഷമായി ഞാൻ എറണാകുളത്ത് വന്നിട്ട്. അപ്പൊ എന്റെ ഈ ഷൂട്ടിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് നിൽക്കുന്ന എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽഡ്. അപ്പൊ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോ എന്താ പറയാ, ഒരു സുഹൃത്തെന്ന് പറയും. സുഹൃത്തിന് പല അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളാവട്ടെ, പുള്ളിക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്റെ ഫാമിലിയിൽ ഒരു ആളായിട്ട് നിൽക്കുന്നത് ഇന്ന് ഈ പറയുന്ന ഔറംഗസേബ് വളരെയധികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അലീനയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോഴാണ് ഔറംഗസേബ് അതോ ആ സമയത്തുണ്ടായിരുന്നു? സമയത്ത് പുള്ളി ഇല്ല, പുള്ളി അത് അറിയുന്നില്ല. പുള്ളി CCTV ദൃശ്യങ്ങളിൽ ഔറംഗസേബ് പുള്ളി വരുന്നത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അറ്റ് എൻഡ് പോർഷനിലാണ്. എന്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് ഇപ്പൊ അലീനയുടെ കൈയും പൊട്ടിയിട്ടുണ്ട്, ഇക്ക നമുക്ക് എന്താ ചെയ്യാൻ അറിയാം, ഹോസ്പിറ്റലിൽ പോകണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇക്ക ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൂക്കിൽ ഷെയിൻഷാ എന്ന് പറയുന്ന പയ്യന്റെയാണ് മൂക്കിൽ പൊട്ടൽ വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ആരുടെ ഫോണില്ല, എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഫോണൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ പയ്യനാണ് ഫോൺ, അതിലുണ്ട് ഈ ഫോണ് വിളിക്കുന്ന ഒരു ദൃശ്യം അതിലുണ്ട്. ഫോണ് വിളിച്ചിട്ട് പറയുന്നത് ഇക്ക ഇപ്പൊ അലീനയുടെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പുള്ളിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി വരുമ്പോഴാണ് ഈ കാണുന്നത് നമ്മൾ ഈ ബ്ലഡിലൊക്കെ നിൽക്കുന്ന. പുള്ളി എപ്പോഴും കാര്യം അന്വേഷിക്കുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ ആക്കുന്നതും പുള്ളിയാണ്. പക്ഷെ അതിനിടയിൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വ്യക്തിവൈരാഗ്യം എന്തോ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തതിന്റെ റീസൺ, ഈ 6-7 പേര്, ഈ ഷെയിൻഷാ എന്ന് പറയുന്ന പയ്യനെ ഒരു 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അമീൻ എന്ന് പറയുന്ന ഒരു പയ്യനെ 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവരടിക്കുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അനീഷേട്ടന്റെ പിള്ളേരാണ് നമ്മൾ, ഇവിടെ വന്ന് നിന്റെയൊക്കെ കളി നടക്കോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാള്, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ആളെ പറ്റി അറിയില്ല, മരടനീഷ് എന്നാണ് പിന്നെ ഞാൻ കേട്ടറിവ്. അപ്പൊ ഈ അനീഷിന്റെ പിള്ളേരാണ് ഞങ്ങള്, ഇവിടെ വന്ന് നിങ്ങളെ കളി നടക്കൂ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ നമ്മുടെ ഭാഗത്തല്ല തെറ്റി, പുള്ളി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടല്ലേ ചേട്ടാ എന്ന് പറയുമ്പോഴും എന്നെ പച്ചയ്ക്ക് നല്ല തെറി വിളിക്കുക. ആ നിന്ന് പയ്യന്മാരിൽ 2-3 പേര് എന്നെ കുറെ തെറി വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തോ പറയാനാ, ഒരു ഓപ്ഷൻ നമുക്കില്ല അവിടെ പറയാനായിട്ട്. അപ്പൊ ഇത് പറയുമ്പോഴാണ് ഇങ്ങനെ ആരോ ബേസ് ഉണ്ട്, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ നടക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ വന്നായിരുന്നു ഒരു ഗുണ്ടാ കുടിപ്പകയാണെന്നൊരു സംശയം പോലീസും കരുതുന്നുണ്ട്. അതായത് ഈ മരട് അനീഷിന് ഔറംഗസേബിന്റെ വല്ല വിരോധമുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടും, കാരണം പുള്ളി അതിനുശേഷം കോൺടാക്ട് ചെയ്തിട്ടും എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് രാത്രി തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? ഇല്ല, അന്ന് നൈറ്റ് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലാണ് നേരെ പോകുന്നത്. പുള്ളി അവിടെ നിന്നാക്കി പുള്ളി പോയി കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എക്സ്റേ കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പൊട്ടലുണ്ട്, എക്സ്റേ കാര്യങ്ങൾ എടുത്തു. അവിടുത്തെ ആ സംഭവം പിന്നെ അവസാനിക്കുന്നത് എങ്ങനെ ഈ സംഘർഷം? ഇത് കഴിഞ്ഞ് ഇക്ക വരുന്നു, ഇക്ക വന്നു. ഇക്ക വന്ന സമയത്ത് ഇക്കായ അറിയുന്ന കുറച്ച് ചെക്കന്മാർ അവിടെ ഉണ്ട്. അപ്പൊ പറയുന്നത്, അയ്യോ പോട്ടെ, ആ പെങ്കൊച്ചിന്റെ കേസല്ലേ വിട്ടേക്ക്, അപ്പൊ ഇക്കായ നമുക്ക് അറിയുന്നയാന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ സംഭവം അറിയാതെ പുള്ളിയോട് എത്തുന്നത്, എന്താണ് നടക്കുന്നത്, എന്തോ ആയി പുള്ളി എന്റെ കൈ പൊട്ടിയിട്ടുണ്ട്, ഇവർക്ക് ഫേസിൽ അടി കിട്ടിയിട്ടുണ്ട്, അല്ലാതെ എന്താണ് അവിടുത്തെ വിഷയമൊന്നും പുള്ളിക്ക് അപ്പോഴും അറിയില്ല. നമ്മൾ ഓൺ ദ വേ പോകുന്ന വഴിക്കാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ട്, അല്ലാതെ പുള്ളിക്ക് ആ സമയത്ത് ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതൊന്ന് പുള്ളി വന്ന് സംസാരിക്കുന്നുണ്ട്, അതിൽ ആരുടെ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്, വിട്ടേക്ക് ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വിട്ടേക്കെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് നമ്മളെ വിടുന്നത്. നമ്മൾ കാർ എടുത്തിട്ട് നേരെ പോകുന്ന ജനറൽ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അവിടെ പോയി ഡോക്ടർ സംസാരിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കളമശ്ശേരിയിലേക്ക്. കാരണം അപ്പോൾ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി 1 വീക്ക് നമുക്ക് റെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നേരെ കളമശ്ശേരി. അപ്പോഴും നിൽക്കയില്ല, പുള്ളിക്കാരനെ കൊണ്ടാക്കിയിട്ട് പുള്ളി പോയിട്ടുണ്ടായിരുന്നു. കളമശ്ശേരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല, കൈയൊക്കെ കെട്ടി ക്ലിയർ ആയി. ഞാൻ നേരെ ഇത്താടെ വീട്ടിൽ പോയി. ആലുവയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു. ഈ 2 ചെക്കന്മാർ മരടിൽ തന്നെയാണ് PS മിഷൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ.
അവിടത്തേക്ക് യാദൃച്ഛികമായിട്ടാണ് തീരെ വയ്യാണ്ടായപ്പോൾ, കാരണം നമുക്ക് ഒരിടത്തും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, 1 വീക്ക് ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പെയിന് നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാതെ എവർ പോയി അഡ്മിറ്റ് ആവുന്നത്. ഈ അഡ്മിറ്റ് ആവുന്ന കേസ് ഞാൻ അറിയുന്നില്ല. ഞാൻ ഓൾറെഡി അവിടെ പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇത്താടത്തൊക്കെ കാര്യം പറഞ്ഞ് വീട്ടിലൊക്കെ ഒന്ന് ഇൻഫോം ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഈ ചെക്കൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റിൽ അലീന എന്ന് പേരുള്ള ഒരാളുണ്ടല്ലോ, ആ ആളെ ഒന്ന് വിളിച്ച് വരുത്താവോ എന്ന് ഈ ഡോക്ടർ ചോദിച്ചു. PS മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അവിടെ പോയി അഡ്മിറ്റ് ആയിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല, പിന്നെ എന്താവശ്യത്തിലാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ശരി, ആയിക്കോട്ടെ, എനിക്ക് ENT ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇതിനിടയിൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് അവിടെ പോകുന്നതും ഞാൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ഈ ഡോക്ടർ താഴ്ന്നിരുന്നിട്ട് വിളിക്കുന്നുണ്ട്, അലീന എബ്രഹാം എന്ന് ഫോണിൽ പറയുന്നുണ്ട്. അപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്, ഒന്നും മനസ്സിലാവണില്ല. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. ആ പറഞ്ഞൊരു 5 സെക്കൻഡ് ആവുന്നില്ല, 3 വണ്ടി നിറയെ പോലീസ് വന്നു. പോലീസ് വരുമ്പോഴും എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ച് എന്താ സംഭവം എന്ന് അറിഞ്ഞിട്ട് കേസ് ഓപ്പോസിറ്റ് പ്രതികൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ സമാധാനത്തിലൊന്ന് നിൽക്കുക. പോലീസ് വന്നല്ലോ, നമുക്ക് വേണ്ടിയിട്ട് അവർ ക്ലിയർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനത്തിൽ നിൽക്കുമ്പോൾ ഇതിൽ സുധീർ എന്ന് പറയുന്നത്, എനിക്ക് എടുത്ത് പറയുന്നതിൽ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല സാറേ, പക്ഷേ ഗതികേട് കൊണ്ട് പറയുന്നത്. കാരണം നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട്, നമുക്കിപ്പോൾ ഇത്രയും കഷ്ടപ്പാട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാണുന്ന ഒരാളാണ് പോലീസ് എന്ന് പറയുന്നത്. അവർ തന്നെ നമ്മളുടെ എഗെയിൻസ്റ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, പറയാനും ഒരിതില്ല. ഈ സുധീർ എന്ന് പറയുന്ന പോലീസ് നേരെ വരുന്നു, ഞാനീ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കാലെടുത്ത് വെക്കുന്നതും ഷെയ്ൻഷാ എന്ന് പറയുന്ന ചെക്കൻ ഈ ഓൾറെഡി അവന് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക, ഈ പൊട്ടിയിരിക്കുന്ന മൂക്കിൻ്റെ ആ സൈഡിൽ അടിക്കുകയാണ് ചെയ്ത്, സ്പോട്ടിൽ അടിച്ചു. അപ്പം ഞാൻ പറയുന്നത്, സാറേ നമ്മളല്ല, എൻ്റെ ഒരു അറിവിൽ അവർ ഓപ്പോസിറ്റ് പ്രതികൾക്ക് വേണ്ടിയിട്ട് വന്നതായിരിക്കും. ഒന്നും എടുത്തിട്ടില്ല, നേരെ വരുന്നു അടിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചു. പിന്നെ അവർ നമ്മളോടൊന്നും ചോദിക്കാൻ നിന്നില്ല. അതിൽ സാൻഡി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, പുള്ളി എൻ്റെ മുഖത്ത് പോയിട്ട് ഇനി പറയാൻ തെറിയൊന്നുമില്ല, അത്രയും ചീപ്പായിട്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, സാറേ നിങ്ങൾ ചിലപ്പോൾ ആള് മാറിയതാണോ എനിക്കറിയില്ല, സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും, നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം, നിന്നെ 3 നമ്മൾ പിടിച്ചിടും. പിന്നെ എന്നിട്ട് ഞാനപ്പോൾ മാറി നിന്നപ്പോൾ സുധീർ എന്ന് പറയുന്ന സാർ എന്നോട് പറയുക, നീ മര്യാദയ്ക്ക് വണ്ടി എവിടെ കിടക്കുന്നെന്ന് പറയുക. അപ്പോൾ ഓൾറെഡി വണ്ടി അവർ കണ്ടായിരുന്നു, നമ്മൾ ഒരിടത്ത് മാറ്റിയിട്ടില്ല, നമുക്കറിയില്ല ഇങ്ങനെ ഒരു കേസല്ല, ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്താ പ്രശ്നം നമുക്ക് മനസ്സിലാവണം, നമ്മുടെ സൈഡൊന്ന് കേൾക്കാവോ, നിന്നെ കുറച്ച് കഞ്ചാവ് വെച്ച് നിന്റെ വണ്ടിയിലിട്ട് പിടിപ്പിക്കാനാണ് ഞാൻ വന്നേന്ന്. പെട്ടെന്ന് ഞാനങ്ങ് ബ്ലാങ്ക് ഔട്ടായി പോയി, ഒരു റിലേ കിട്ടുന്നില്ല. അപ്പൊ അവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരും കൂടി, അത്യാവശ്യം ഡോക്ടേഴ്സും കാര്യങ്ങളെല്ലാം കൂടിയ സമയത്ത് അതിലൊരു സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, സാറേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ സുധീറും സാൻഡി എന്ന് പറയുന്ന സാറ് പറയുക, ഇവരൊക്കെ ഞാൻ ഈ സംഭവം കണ്ടിട്ട് പോലില്ല, MDMA ഉപയോഗിക്കുന്ന പിള്ളേരാ, ഇവർക്ക് സെയിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്തോ പറയാനാ, നമ്മൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ അനാവശ്യ കാര്യം സംസാരിക്കരുത്, നമ്മളാണ് ഫുൾ അടിയും കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്, നിനക്കൊന്നും പറ്റിയിട്ടില്ല, ബാക്കി അടിയുള്ള ചതവ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കെതിരെ മാത്രം കേസെടുത്തു, നിങ്ങളെ മർദ്ദിച്ചവർക്കെതിരെയോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ട് പോലും ഇല്ല സാറേ. ഇതുവരെ ആ സ്റ്റേഷനിൽ അന്ന് നമ്മളെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി സ്റ്റേഷനിൽ എത്തിയിട്ട് പോലും ഞാൻ പറയുന്നുണ്ട്, സാറേ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ, ഞങ്ങളുടെ സൈഡൊന്ന് കേൾക്കാൻ നിങ്ങളൊരു ടൈം ഒന്ന് തരുമെന്നുണ്ട്. കാല് പിടിച്ച് ഞാൻ കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴും പറയുന്നത്, നീ ഒന്നും സംസാരിക്കണ്ടേ, നിനക്കൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് എന്നിട്ട് ഈ സാൻഡി എന്ന് പറഞ്ഞ പോലീസ് വേറൊരു പോലീസിനോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് മേൽ സൈഡിൽ നിന്നൊക്കെ കോൾ വരുന്നത്, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യും, കാരണം ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവർ FIR എഴുതി കഴിഞ്ഞു, നമ്മൾ എത്തുന്നതിന് മുന്നേ അവർ FIR എഴുതി എല്ലാം പ്ലാൻഡ് ആയിട്ട് ഇരിക്കുവാണ്. ശല്യം ചെയ്ത ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞു. ഞാനത് ഇന്നലെയാണ് കൊടുക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞു, നമുക്ക് അറസ്റ്റിലായ സമയത്ത് ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, പക്ഷെ അവരത് കേസെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരെപ്പോഴും പറയുന്നത്, നിങ്ങൾ എനിക്ക് സ്പോട്ടിൽ ജനറൽ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അതിൽ ഒരു സാർമാര് മാത്രമേ പറയുന്നുള്ളൂ, എന്തുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് ചെയ്തില്ല. നമ്മൾ ഈ പൊട്ടലും വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമോ സ്റ്റേഷനിൽ വരും. ഞാനപ്പോൾ ചിന്തിക്കുന്നത്, ഇത്രയും മുറിവേറ്റു, അപ്പോൾ സ്വാഭാവികം പോലീസ് ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പോയി പിറ്റേ ദിവസം കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നൊരു മൈൻഡ് സെറ്റിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇവർ ഓൾറെഡി പ്ലാൻഡ് ആയിട്ട് വരുമെന്നോ ഇങ്ങനെ പൂട്ടുമെന്നോ മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ നമുക്ക് പറ്റിയൊരു തെറ്റ്, നമ്മൾ വിശ്വസിച്ചു പോയി. പോലീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചു പോയി. നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഏതെങ്കിലും ക്രിമിനൽ കേസ് പെട്ടിട്ടുണ്ടോ? സാറേ ഞാൻ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽപ്പെട്ട നമ്മൾ 4 പേരുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട്, ഞാൻ പോലീസിനോട് പറഞ്ഞ ഈ ഒരു കേസാണ്, മൈന്യൂട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് എവിടെന്നെങ്കിലും കേൾക്കുകയോ ഇതിനു മുന്നേ കഴിഞ്ഞതായിട്ടോ ഉള്ളതുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് വെക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം ഈ 4 പേർക്കും ഇല്ല. ഒന്നുമില്ല, ക്രിമിനൽ എന്നല്ല, ഒരു കേസും ഇല്ല.
ഞങ്ങളുടെ പേരിൽ ഇന്നൊന്നുമില്ല. അപ്പൊ സാറ് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ MDMA നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസിനെ സംശയിക്കണം? എന്തുകൊണ്ടാണ്? സംശയമല്ല, അവര് മനഃപൂർവ്വം നമ്മളെങ്ങനെയെങ്കിലും ഹറാസ് ചെയ്യുക, മൈൻഡ് ഔട്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആക്കുക, അത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ആരെയും പറയുന്നില്ല സാറേ. ഈ സാൻഡി എന്ന് പറയുന്ന സുധീർ എന്ന് പറയുന്ന പോലീസും പുള്ളിക്കാരൻ ഈ ഗേളിനോട് എങ്ങനെയാ സംസാരിക്കാൻ പറ്റാത്ത, നമ്മളിപ്പോ പുറത്തുപോയി ഫ്ലേർട്ട് ചെയ്യുന്നു പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയാണോ സംസാരിച്ചത് അതേ ലെവലിൽ തന്നെയാണ് ഈ പോലീസുകാർ എന്നോട് സംസാരിച്ചത്. അപ്പൊ ഈ സുധീർ എന്ന് പറയുന്ന സാർ ഉൾപ്പെടെ എന്നോട് സംസാരിച്ച രീതി ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത്രയും ലെവലിൽ തന്നെയാണ് സംസാരിച്ചത്. ഈ നിന്ന വ്യക്തിയും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് എനിക്കറിയത്തില്ല സാറേ. ബാക്കിയുള്ളവരെ പോലെയല്ല, ഈ രണ്ടുപേരും അത്രയും, പ്രത്യേകിച്ച് ഈ സാൻഡി എന്ന് പറയുന്ന പുള്ളിക്ക് ഗേൾസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ. അല്ലാതെ അലീനയോട് വ്യക്തിപരമായ വിരോധമോ അല്ലെങ്കിൽ ഔറംഗസീബിനുള്ള വിരോധം അങ്ങനെ എന്നോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം എന്നെ മുന്നേ അവർക്ക് അറിയില്ല എന്ന് അവരുടെ സംസാരത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് കാര്യങ്ങൾക്കൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാർക്കോ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ പോലീസുകാർ ഈ പറയുന്നവർ നമുക്ക് കേസ് എടുക്കുന്നതും നമ്മളെ പെടുത്തുക എന്നുള്ളത് ആർക്കോ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും ആണ്. കാരണം അവർ ആ ലെവലിലായി. ഒരിക്കൽ പോലും ഞാൻ പറയുന്ന മൊഴി ചോദിക്കുന്ന സമയത്തും സാറേ എനിക്ക് ഓപ്പോസിറ്റ് പരാതിയുണ്ട്, കാരണം നമ്മൾ ഇത്രയും ചതഞ്ഞ് ഇത്രയും ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞാൽ ബ്ലീഡ് ഹോസ്പിറ്റലിൽ ഈ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും ഒരു ചെക്കൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ പെയിൻ കില്ലർ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്, അതുപോലും തരാൻ അവർ തയ്യാറല്ല. അവരപ്പോഴും പറയും ഇങ്ങനെ ഇരുന്നു ഇത്രയും ചെയ്തില്ലേ, ഇങ്ങനെ നിന്നെ നാളെയൊക്കെ ജയിലിൽ ഇടുമ്പോഴത്തേക്ക് നീയൊക്കെ അവിടെ നിന്ന് അനുഭവിക്കണ്ടല്ലോ, ഇപ്പൊ കുറച്ച് വിട്ടിരുന്ന് അനുഭവിക്കും. പക്ഷെ പോലീസ് പറഞ്ഞത് അലീന അവിടെ ഒരു ആളുമായി അലീന അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ജീവനക്കാർ പറഞ്ഞത്, ബാർ ജീവനക്കാർ കൊടുത്ത മൊഴിയാണത്. പക്ഷെ ഈ വേറെ കുറച്ച് മീഡിയയിൽ വരുമ്പോഴാ ഞാൻ ഈ കേട്ടിരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായല്ലേ എന്ന്. കാരണം ഞാൻ അവിടെ നിന്ന് ഒരു അക്ഷരം മിണ്ടാതെ എണീറ്റ് പോയത് ഞാനാ. അതിന് ഞാൻ ഇപ്പോഴും ഈ പോലീസിന്റെ അടുത്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. CCTV ദൃശ്യങ്ങൾ എടുത്തറിയും ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോഴും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ റിയാക്ട് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് അടി കൂടി എൻ്റെ ദേഹത്തും അടി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലും തിരിച്ച് സംസാരിച്ച് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. ഈ വേറെ കുറച്ച് മീഡിയയിൽ പറയുന്നുണ്ട് ഞങ്ങളെ ഈ ട്രിവാൻഡ്രം പോണ വഴിക്കാണ് പിടിക്കുന്നത്, ഞങ്ങളിങ്ങനെ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ഉള്ളിപ്പോയി ഞാൻ അടുത്തിരുന്ന ഒരാളെടുത്ത് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളാവുന്നത്, അല്ലാതെ ഇങ്ങനൊരു സംഭവങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞ സാറേ ഇതൊക്കെ കേൾക്കുമ്പം എനിക്കൊരു ഫാമിലി ഉള്ളതാണ്. നമ്മുടെ വീട്ടിൽ അത്രയും സിറ്റുവേഷനിൽ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് പുറത്ത് പബ്ലിക്കലി ജെന്യുവൻലി പറയാനൊരു വേദി കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് എങ്ങനെയാലും ഈ നിരപരാധിത്വം തെളിയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ പോലീസിൻ്റെ അടുത്ത് പോലും ഞങ്ങളൊരു 10-25 പോലീസുണ്ട് സാറേ, മാക്സിമം ശ്രമിക്കുന്നുണ്ട് പറയാനും അവരുടെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ അത്രയും ശ്രമിച്ചിട്ടും കേൾക്കാൻ ഒരു മിനിറ്റ് കൊണ്ട് ഒരു 10 സെക്കൻഡ് നമുക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ അവർ തയ്യാറല്ല. പോലീസ് മോശമായി ബിഹേവ് ചെയ്തെന്ന് പറയുന്നു. ഇപ്പം അന്നത്തെ ബാറിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തില് അലീന ബാറിലുണ്ടായിരുന്നവർക്കെതിരെ പരാതി കൊടുത്തു. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശമായി പെരുമാറി ഇല്ല അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് പോലീസുകാര് മോശമായി പെരുമാറി. പോലീസുകാർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസുകാർക്കെതിരെയോ? പോലീസുകാർക്ക് ഈ പറയുന്ന 2 പോലീസുകാർ ഇല്ല പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടിയത്. ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ പറയാതിരുന്നു കഴിഞ്ഞാൽ എന്നെ പോലെ കുറേ സ്ത്രീകൾ ഇനി അവിടെ പോകേണ്ടത്. ഈ മരട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിചാരിക്കുന്നത് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പോലും അവർ കേട്ട് കഴിഞ്ഞ് 2 ഭാഗവും കേട്ടിട്ട് എവിടെയാണോ ജെന്യുവിൻ അവിടെ നിൽക്കുന്നൊരു ധൈര്യമായിരുന്നു. ഞാൻ ഇതുവരെ ഒരു സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോലും ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇത്രയും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്കിതാ 23 വയസ്സാണ്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. പോയി നമുക്ക് പോലീസാണ് നമുക്ക് പറയാൻ പേടിയാ, പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കിട്ടും, പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ തെറി വിളിക്കുന്നത് ചീപ്പായിട്ട്, അത്രയും ചീപ്പായിട്ട്. 23 വയസ്സ്, അപ്പൊ 3 വർഷം മുമ്പാണ് കൊച്ചിയിൽ വരുന്നത്. അതെ അതിന് നടിയാണെന്ന് പറയുന്നു, മോഡലാണെന്ന് പറയുന്നത്, യഥാർത്ഥ അലീന ആരാണ്? ഞാൻ മൂവി ചെയ്തിട്ടുണ്ട്, തമിഴിൽ തന്നെ 2 മൂവി ലീഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞ സ്റ്റഡീസ് ആയിരുന്നു, മെഡിക്കൽ സ്ക്രൈബിംഗ് ആയിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പോൾ അതിന്റെ ട്രെയിനിങ് എനിക്ക് വൈറ്റിലയിലാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആഗ്രഹമുള്ളത് സിനിമ ആ ഒരു ഫീൽഡാണ്. മോഡലിംഗ് രംഗത്ത് ഉണ്ടായിരുന്നു. എനിക്ക് സിനിമയിലോട്ട് വരാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് ഈ മോഡലിംഗ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് മോഡലിംഗ് പോയി ഷോസ് ചെയ്തു, ഇവന്റ് മാനേജ്മെന്റിൽ ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഹീറോയിൻ ആവുക എന്നുള്ള ഒരു ഇന്റൻഷ്യലി വന്നു നിന്നതാണ്. പിന്നെ എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്
ഇപ്പം ഞാൻ നിൽക്കുന്ന ആലുവയിൽ. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ടും നമ്മുടെ വണ്ടി എടുക്കുന്നത് അവിടെ നിന്നാണ്. എൻ്റെ ഈ ഞാൻ ഉപയോഗിച്ച വണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ ഒരിടത്തും കാരണം മാറ്റിയിടാൻ മാത്രം തെറ്റുകളൊന്നും നമ്മുടെ ഭാഗത്തില്ല. വീട്ടിൽ തന്നെയാണ് ഇട്ടിരുന്നത്. വീട്ടിൽ പോയി ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു വീട്ടിലാണ് വണ്ടി കിടക്കുന്നതെന്ന് പറഞ്ഞു. അവർ വീട്ടിൽ പോയി വണ്ടി എടുത്തു. അവിടെ നിന്നിട്ട് എൻ്റെ വീട്ടുകാരടുത്ത് പോലും റിയാക്ട് ചെയ്ത രീതി ഭയങ്കര മോശമാണ്. ഈ സാൻഡി എന്ന് പറയുന്ന പോലീസും സുധീർ എന്ന് പറയുന്ന ഈ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരെയും ഞാൻ വലിച്ചിടുന്നില്ല സാറേ. ഈ രണ്ടുപേര് റിയാക്ട് ചെയ്ത രീതി അത്രയും മോശമാണ്. നമുക്ക് പറയാൻ എനിക്ക് ആ ഡയലോഗ് ഒന്ന് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. വീണ്ടും അതൊന്ന് വലിച്ചേക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു അലീനെ കുറിച്ച്, അലീന നടിയാണെന്നുള്ളത് അവർക്കറിയാം. പോലീസ് ഞാൻ കയറിയ സമയത്ത് ചോദിച്ചായിരുന്നു, എന്നെ കൊണ്ട് അവിടെ ഇരുത്തുന്ന സമയത്ത് നീ അഭിനയിച്ചിട്ടുള്ളതല്ലേ, നീ ഏതിൽ അഭിനയിച്ചു, ഡീറ്റെയിൽ ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ എന്നോട് ചോദിക്കുന്നുണ്ട്. അവരുടെ മുന്നേ എങ്ങനെ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരെന്നോട് ചോദിച്ചായിരുന്നു, നീ അഭിനയിച്ചിട്ടുള്ള, നീ സീരിയലൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമ തമിഴിലാണ് സിനിമ ചെയ്തേക്കുന്ന തമിഴിലും സീരിയൽ മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ റീസൺ ഒന്ന്, ഈ പ്രതികൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവര് അത് കേസ് കൊടുത്തു, അതിൻ്റെതായ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഏതറ്റം വരെ ഞാൻ പോകും സാറേ. ഇതിൻ്റെ ഇപ്പം എൻ്റെ ഫ്യൂച്ചറിൽ കരിയറിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എനിക്കൊരു സിനിമയിൽ ഞാൻ പബ്ലിസിറ്റി കൊടുക്കാത്ത ഫാമിലി മാത്രം അറിഞ്ഞിട്ടൊരു സിനിമയിൽ, മലയാളം മൂവിയാണ്, എഗ്രിമെൻറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് മന്ത് ഷൂട്ടാണ്, അഡ്വാൻസ് ഞാൻ വാങ്ങിക്കഴിഞ്ഞു, എല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു ടൈമായത്. എൻ്റെ ഫ്യൂച്ചറിൽ ഏറ്റവും ഒരു മെയിൻ ടൈമാണിത്. ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് വേറെ നമുക്ക് ഫോണൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എന്നെ അതിനെ ഡ്രോപ്പ് ചെയ്തു. എന്നെ അതിനൊരു അവരും ഡ്രോപ്പ് ചെയ്തു. ലീഡ് റോളായിരുന്നു ഞാൻ ചെയ്യാനിരുന്നത്. ക്യാരക്ടർ റോളിൽ ഏറ്റവും ലീഡ് റോളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പക്ഷെ അതിൽ നിന്നും തള്ളിക്കളഞ്ഞ് കുറച്ച് ആഡ് ഉണ്ടായിരുന്നു, 1 year എഗ്രിമെൻറ്റ് കഴിഞ്ഞ ആഡ് ഉണ്ട്, അതിൽ നിന്നും എന്നെ ഡ്രോപ്പ് ചെയ്തു ഈ ഒരു ഒറ്റ കേസിൻ്റെ പേരിൽ. അപ്പം നമ്മൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ ശരി, പോയതിൽ നമുക്ക് വിഷമമില്ല. ഇത് വെറുതെ നിന്ന് ഈ വാദി പ്രതിയായ ഒരു അവസ്ഥയില്ല. ഇപ്പോൾ ആ തല്ല് കൊണ്ടവർ നമ്മളിത് ആ സ്റ്റേഷനിലുമായി, തല്ല് തന്നവരെല്ലാം അടിപൊളിയായിട്ട് പുറത്ത് നടപ്പുണ്ട്. അപ്പൊ ഇതിലെന്ത് ന്യായമാണ് കാണുന്നത് നമുക്ക് അറിയത്തില്ല സാർ. ഇല്ല, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇന്നലെ പെറ്റീഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും, ഇപ്പോൾ എന്തായാലും എൻ്റെ ഫ്യൂച്ചറിൽ കുറേ നഷ്ടമായി. എനിക്ക് ഏറ്റവും ആഗ്രഹിച്ച എല്ലാ കാര്യവും നഷ്ടമായി. എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് അസുഖവും കാര്യങ്ങളും, ഹാർട്ട് പേഷ്യൻ്റാണ്. പുള്ളിക്കാരി ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇത് വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറിനെങ്കിലും ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യാവോ സാറേ, കാരണം അവർ ടെൻഷൻ എടുക്കും എപ്പോഴും വിളിക്കുന്നവർ. പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ അമ്മമാർ എന്തിനാ കിടക്കുന്നതെന്നൊരു ടോക്ക് വരെ അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാനത് കേൾക്കുമ്പോൾ അവിടെ കരയുന്നുണ്ട്. അവർ കരയിപ്പിക്കുക, നമ്മളെ മാക്സിമം ഡൗൺ ആക്കുക, ആ ഒരു ഇന്റൻഷൻ. അന്ന് പിറ്റേ ദിവസം, ഒരു ദിവസം 24 hours നമ്മൾ എന്തായാലും സ്റ്റേഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മാക്സിമം പോലീസുകാരും ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ ആംസ് ആക്ട് അല്ലേ, ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിച്ചല്ലോ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ലൈഫ് പോയി എന്നൊരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ദൈവാനുഗ്രഹത്തില ഈ അഡ്വക്കേറ്റ് വിപിൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റും ടെന്നി സാറും, ഈ രണ്ടുപേരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. ഈ ഉള്ളതിൽ കടപ്പാട് പറയാൻ എനിക്ക് ഈ രണ്ടുപേരേ ഉള്ളൂ. അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്ത്, സീരിയൽ സിനിമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ അതെ. ഈ നമ്മളിപ്പോൾ സമീപകാലത്ത് കേൾക്കാറുണ്ട് ഈ മോഡലിംഗ് രംഗത്തും സിനിമയിലൊക്കെ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന്. അത് പെൺകുട്ടികളെ പോലും ഈ ഒരു കെണിയിലേക്ക് പെടുത്തിയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല സാർ. എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഈ മൂവീസിലും നമ്മളിപ്പോൾ സീരിയലിൽ പോകണമെങ്കിൽ നമ്മൾ എന്താണോ അതാണ് അവിടെ. അല്ലാതെ ഒരാൾ നമ്മളെ പിടിച്ചു വെച്ചിട്ട്, ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, സീരിയലിലും സിനിമയിലും നമ്മൾ പോകുമ്പോൾ ഇത് ഉപയോഗിച്ചേ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ഇന്റൻഷ്യലി നമുക്ക് തരത്തില്ല. മോഡലിംഗിൽ ഞാൻ മോഡലിംഗിൽ ചെയ്തൊരു കുട്ടിയാണ്. എക്സ്പീരിയൻസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് എൻ്റെ അറിവിലുണ്ട്, മോഡലിംഗ് ഫീൽഡിലുണ്ട് സാറ്. കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ട്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരും ഇതിനു വേണ്ടിയിട്ട് മെയിൻ മോഡലിംഗിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നവർ അത്യാവശ്യം ഉണ്ട്. പക്ഷെ സിനിമ സീരിയൽ ഫീൽഡിൽ അങ്ങനെ നമ്മൾ പോകുന്നു, അഭിനയിക്കാൻ, നമ്മുടെ കാര്യം കഴിയുക, നമ്മൾ വീട്ടിൽ പോവുക, കഴിഞ്ഞു. പക്ഷെ മോഡലിംഗ് ഫീൽഡ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനിപ്പോ പെൺകുട്ടികൾ ഉൾപ്പെടെ. അതെ അതെ, ഗേൾസ് ഉണ്ട്. അപ്പോൾ കണ്ടുപോ അങ്ങനെയൊന്നുമില്ല ഇതുവരെ. അങ്ങനെ ഞാനായാലും ഇപ്പൊ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്നൊരു ഷൂട്ടിനും പോയിട്ടില്ല. പോവുകയാണെങ്കിൽ വീട്ടില് ഇപ്പൊ ചേട്ടനോ അമ്മയോ ഇത്തായോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും.
കൊണ്ടുപോവുക, അത് കഴിയുമ്പോൾ നേരെ വീട്ടിൽ പോകും. അങ്ങനെ ഒരിടത്തും സ്റ്റേ ചെയ്യൽ, ഷൂട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് നിൽക്കലൊന്നും, അതാണ് എനിക്ക് ഇത്ര വിഷമം. ഒരിടത്തും ഒരു അനാവശ്യമായിട്ട് 1 മണിക്കൂർ പോലും കൂടുതൽ എൻ്റെ അറിവിൽ ഞാൻ നിന്നിട്ടില്ല. അതിനിടയിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും പബ്ലിക് ആൾക്കാരുടെ മുമ്പിലും ഞങ്ങളൊക്കെ പക്ക ഫ്രോഡായിട്ട് അവർ ചിത്രീകരിച്ചു. പക്ഷെ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്കെങ്കിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരില്ല. ഇത് ലൈഫും പോയി, എൻ്റെ ഫാമിലിക്കൊന്നും പുറത്തിറങ്ങാനും പറ്റുന്നില്ല. നമ്മൾ ചെയ്ത് എന്ത് തെറ്റാണ് ഞാൻ ചോദിച്ചു. സാറേ, അടിക്കുന്ന സമയത്ത് പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു, അതുപോലെ ഞാൻ ഇടയിൽ നിന്നു, അടി കൊണ്ടതാണോ ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ ഇത്ര അടി കൊണ്ടതാണോ, അല്ലെങ്കിൽ ഒരാൾ വന്നപ്പോൾ ഇത്രയും ഫ്ലേട്ടിംഗ് ആയിട്ട് സംസാരിച്ചപ്പോൾ റിയാക്ട് ചെയ്തതാണോ തെറ്റെന്ന് ചോദിച്ചപ്പോൾ സുധീർ സാറ് പറഞ്ഞാണ്, ഈ ചിലടത്ത് പോവും, ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞോണ്ടും, ചിലപ്പോൾ വല്ല ഡയലോഗ് അടിക്കും, അത് കേട്ടിട്ട് നിനക്കങ്ങ് വീട്ടിൽ പോയാൽ പോരെ, നീ എന്തിനാ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നതെന്ന് അങ്ങനെ പറയുന്ന ഒരു സാറിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ കഷ്ടപ്പെടണ സങ്കടങ്ങളും ഞാൻ എന്തർത്ഥത്തിലാണ് നീതി കിട്ടില്ലെന്നാണോ കരുതുന്നത്? എനിക്ക് അറിയില്ല സാറേ. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോഴില്ല. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിട്ട് നിൽക്കുന്നു. എന്താ അടുത്തൊരു തീരുമാനം എന്താ അങ്ങനെയാണെങ്കിൽ? കാരണം പോലീസിൽ ഇനി പരാതി കൊടുത്തിട്ട് കാര്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ മേളിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആ എത്രയും ഈ പ്രതികൾ ഇപ്പൊ എനിക്ക് ഓപ്പോസിറ്റ് അടിച്ച ഏതൊക്കെ പ്രതികളാണെന്ന് CCTV കണ്ടാലറിയും. എനിക്ക് കണ്ടാലും എനിക്ക് പേരുകളും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എനിക്ക് അറിയാൻ പറ്റും. അവര് ഈ നിയമ നടപടികൾ എടുത്ത് ഇപ്പൊ നമ്മളെന്തായാലും ഒരു ദിവസം അത്രയും അനുഭവിച്ച് ഈ മീഡിയയുടെ മുമ്പിലും ഇത്രയും ആൾക്കാരുടെ മുമ്പിലും നമ്മളെ നാണം കെട്ട് ചെയ്യാത്ത തെറ്റുകൾ നമ്മുടെ തലയിലായി. അപ്പൊ ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? കാരണം ഇനിയും നാളൊരു സമയത്ത് അവിടെയോ വേറൊരു സ്ഥലത്തോ എന്നെ പോലെ 100 പേര് പോകുന്നുണ്ടാവും. പോകുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ അവരും ഇൻവോൾവ് ആവും, അവർക്കും ഇതേ ഒരു അനുഭവം വരും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ ബാക്കി ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ, ആരും പ്രതികരിക്കുന്നില്ല, പക്ഷെ ഞാൻ പ്രതികരിക്കും സാറേ. എൻ്റെ അങ്ങ് അറ്റം വരെ ഞാൻ പോവുകയും ചെയ്യും. ഓക്കെ, വ്യക്തമാണ്. അലീന എബ്രഹാം ആണിപ്പോൾ പ്രതികരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റിലയിലെ ബാറിലുണ്ടായ സംഘർഷ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലെ 2ാം പ്രതിയാണ് അലീന. പക്ഷെ അലീനയ്ക്ക് ഉണ്ടായ ബാറിൽ വെച്ചുണ്ടായ ദുരനുഭവം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് കാറിൽ നിന്നും ആയുധങ്ങൾ എടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. അലീന പറയുന്ന ആയുധങ്ങളല്ല, അതൊരു ടോയ്സ് ആയിരുന്നു എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോഴും ഒരു നീതി കിട്ടിയില്ല. കാരണം തന്നെ ശല്യം ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കണം, അതോടൊപ്പം ഇവരെ ആക്രമിച്ച പ്രതികളുണ്ട്, അവർക്കെതിരെയും പോലീസ് നടപടി സ്വീകരിക്കുക, അവർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യമാണ് അലീന ഉന്നയിക്കുന്നത്. നമസ്കാരം.